തോട്ടയ്ക്കാട് കടുവയിൽ പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ആനന്ദ് മാതൃക ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ CPIM ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തോട്ടയ്ക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ക്ഷീരസംഘത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി വക്കം സുകുമാരൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അഴിമതി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞാൽ പോരെ. അവരാണ് ഭരിക്കുന്നതെങ്കിൽ മുച്ചൂടും അഴിമതിയായിരിക്കും. അതിനെ പ്രത്യേകം പറയേണ്ടതില്ല. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. സംഘത്തിന്റെ പ്രസിഡന്റ് ഇത് പാൽ സൊസൈറ്റിയാണ്. സാധാരണ ഇവിടെ പ്രസിഡന്റ് മറ്റുമൊക്കെ ആകുമ്പോൾ വാർഡ് മെമ്പർമാരൊക്കെ ആകുമ്പോൾ സൊസൈറ്റിയിലെ അംഗങ്ങളാണ്. സൊസൈറ്റിയിലെ അംഗങ്ങളാകണമെങ്കിൽ അവർക്കൊരു യോഗ്യതയുണ്ട്. പാൽ സൊസൈറ്റി ആകുമ്പോൾ അവിടെ പാല് കൊടുക്കണം, പശു ഉണ്ടാകണം, അങ്ങനെയൊക്കെയാണ്. ഈ നാട്ടിൻപുറത്തൊന്നും ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം ഈ പ്രസിഡന്റ് നേരിട്ട് അറിയുന്നവരാണ്. ആ പ്രസിഡന്റിന്റെ വീട്ടിൽ എത്ര പശുവുണ്ട്, ആ പ്രസിഡന്റ് ഇവിടെ എത്ര പാലളക്കുന്നു. അപ്പോൾ കാര്യം വ്യക്തമാണ്. മറ്റാരോ കൊണ്ടുവന്ന് അളക്കുന്ന പാല് പ്രസിഡന്റ് പാലാക്കി രേഖപ്പെടുന്നു. അതൊക്കെ മാർക്സിസ്റ്റുകാർക്കറിയാം, സുന്ദരമായിട്ട് അറിയാം. ഈ കറക്ക് കമ്പനി ക്ഷീരസംഘത്തിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അറിയാതെ സംഭവിക്കില്ലെന്നും പരിചയക്കുറവുള്ള രാജിവെച്ച സെക്രട്ടറിയെ മാത്രം പഴിചാരി പ്രസിഡന്റിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും പ്രസിഡന്റും രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ സംഘത്തിന്റെ പ്രസിഡന്റ് തന്നെയാണ്. കാരണം ഇവിടുത്തെ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അടുത്ത കാലത്ത് എനിക്കൊന്ന് 2 വർഷമേ ആയിട്ടുള്ളൂ അവർ ജോലിയിൽ കയറി. അപ്പൊ അത്തരത്തിലൊരാൾക്ക് ഒരു ക്രമക്കേട് നടത്തുന്നതിന് തീർച്ചയായും പരിമിതികളുണ്ടായി. ഈ ഭരണസമിതിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ അംഗീകാരമോ അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരമോ അല്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് ഇവിടെ ഉണ്ടാകും എന്ന് ആരും കരുതുന്നില്ല. അപ്പോൾ തീർച്ചയായും ഇതിന്റെ ആദ്യത്തെ ഉത്തരവാദി എന്ന നിലയിൽ പ്രസിഡന്റ് രാജിവെച്ച് അന്വേഷണത്തെ നേരിടുക എന്നതാണ് പ്രഥമ സ്ഥാനം. ക്ഷീരസംഘത്തിൽ നടത്തിയ ഓഡിറ്റിംഗിലാണ് 2 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതായി പറയുന്നത്. സംഭവം ശരിയാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ക്ഷീരസംഘം പ്രസിഡന്റായ തനിക്ക് പങ്കില്ലെന്നും പണം പലപ്പോഴായി സംഘം സെക്രട്ടറി തിരികെ അടച്ചിട്ടുണ്ടെന്നും സെക്രട്ടറി രാജിക്കത്ത് നൽകിയിട്ടുണ്ടെന്നുമാണ് ക്ഷീരസംഘം പ്രസിഡന്റ് ശിവകുമാറിന്റെ നിലപാട്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് രാജിക്കത്ത് നൽകിയ ക്ഷീരസംഘം സെക്രട്ടറി നീതുകൃഷ്ണ അറിയിച്ചു. നമ്മുടെ ഈ ഭരണസമിതി എന്ന് പറയുന്നത് ഒരു CPMന്റെ നേതൃത്വത്തിൽ ഉള്ള അല്ല. ഞാൻ പ്രസിഡന്റാണ്. ഞാൻ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറും പാർട്ടി മെമ്പറുമായിട്ട്. ബാക്കിയുള്ള ഒരു അനുഭാവിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി മെമ്പറല്ല. ബാക്കിയുള്ള കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. എല്ലാം കൂടെ മിക്സ്ഡ് ഒരു ഭരണസമിതിയാണ്. 2 ലക്ഷം രൂപയുടെ ക്രമക്കേട് ഓഡിറ്റിൽ കണ്ടെത്തി എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓഡിറ്റ് ചെയ്തു. അപ്പോൾ ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ ഉണ്ടായിരുന്നു സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്. ചില ബില്ല് വയ്ക്കാറില്ല, അങ്ങനെയൊക്കെ ഉള്ള അത് ചെറിയ ചെറിയ എമൗണ്ട് നമ്മൾ ഭരണസമിതി തന്നെ കമ്മിറ്റി കൂടി അതൊക്കെ അവിടെ പിന്നെ ദൂരീകരിച്ചു. സെക്രട്ടറി കൊണ്ട് തന്നെ ഈടാക്കിച്ചു. ഈ കഴിഞ്ഞ 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിൽ 1 ലക്ഷത്തിൽ കൂടുതൽ പൈസ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അപാകതകളുണ്ടായി. അത് ഓഡിറ്റ് നിൽക്കുമ്പോൾ തന്നെ 1 ലക്ഷം രൂപ അപ്പോൾ തന്നെ ഞാനും ഉണ്ടായിരുന്നു. എന്നെ കൂടെ വിളിച്ചാണ് ഓഡിറ്റ് ചെയ്തത് തന്നെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി വരെ 2 ദിവസം ഞാനും ഉണ്ടായിരുന്നു. ഭരണസമിതിയിൽ 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ 1 ലക്ഷം രൂപ അടയ്ക്കുകയും പിന്നെയുള്ള സെക്രട്ടറി സെക്രട്ടറി നീതുകൃഷ്ണ, വനിതാ സെക്രട്ടറി. ഇവര് ഈ പൈസ അടച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലെ ക്രമക്കേട് അവരംഗീകരിച്ചതിന് തുല്യമാണല്ലോ. അവരെ ക്രമക്കേട് അവർ അംഗീകരിച്ചതിന് തുല്യമാണല്ലോ. പിന്നെ ഒരു ചലഞ്ചും ഇല്ലാത്ത രീതിയിൽ അവർ ഡയറക്റ്റ് പൈസ അടയ്ക്കാതെ നടത്തുന്നവർ പറയുന്നത് ഒരിക്കലും സെക്രട്ടറിക്ക് മാത്രം ഒപ്പിട്ടും കൊണ്ട് ഒരു ചെക്ക് മാറാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ചെക്കിലുള്ള അപാകതയല്ല ഇതിൽ. ചെക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കർഷകർ കൊടുക്കാനുള്ള പൈസ നമ്മൾ എമൗണ്ട് ടോട്ടൽ ചെയ്താണ് എടുക്കുന്നത്. ആ കറക്റ്റ് പൈസയാണ്. അതും സെക്രട്ടറിയുടെ ഭാഗത്തല്ല, ഒരു പ്രിക്വയർമെൻറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്. ആ കുട്ടിയും കൊണ്ടാണ് പൈസ എല്ലാം ഡീൽ ചെയ്യുന്നത്. സെക്രട്ടറി അങ്ങനെ എല്ലാം ഡീൽ ചെയ്യാറില്ല. ചെക്ക് മാത്രം ഒപ്പിടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പല റിവാൾവിംഗ് ഫണ്ടുണ്ട്, അത് അടയ്ക്കാതെ വരും. പിന്നെ കുറച്ച് പുള്ളിയുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ബില്ലുകൾ, ഒരു ബൗച്ചറുകൾ മിസ്ഡാണ്. പിന്നെ കാലിത്തീറ്റ സബ്സിഡി, അതിലുള്ള അപാകതകളുണ്ട്. പല ഉള്ളി പെരുവെള്ളം. ഭരണസമിതിക്ക് ഇത് തിരിച്ചറിയാൻ കഴിയും. ഭരണസമിതിക്ക് കുറച്ചൊക്കെ തിരിച്ചറിയാൻ കഴിയും.
നമുക്ക് ഇല്ലെങ്കിൽ 24 മണിക്കൂർ ഇവിടെ ഇരുന്ന് അത് നോക്കാനുള്ള സമയം നമുക്കില്ല. ഓഡിറ്റിംഗ് സമയത്തായിരിക്കും കൃത്യമായിട്ടുള്ള എല്ലാ ഓഡിറ്റ് ടൈമിൽ ഓഡിറ്റർ എല്ലാം കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ വന്നപ്പോൾ തന്നെ അപ്പോഴത്തന്നെ അടപ്പിച്ചു, ഫുൾ പൈസ അടച്ചു. അതിനുശേഷം കമ്മിറ്റി വിളിച്ചു, ഇവരൊക്കെ നടപടി എടുക്കണമെന്നുള്ള പിന്നെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ ആ കമ്മിറ്റിയിൽ സെക്രട്ടറി രാജിക്കത്ത് തന്നു. രാജിക്കത്ത് തന്നത് മാത്രമല്ല, അവരിനി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. രാജിക്കത്ത് സ്വീകരിച്ചു. നമ്മൾ കമ്മിറ്റി ചർച്ച ചെയ്തു, സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇങ്ങനെയുള്ള സെക്രട്ടറി നമ്മൾ അവിടെ തുടർന്ന് കൊണ്ടുപോകാൻ വലിയ പാടാണ് എല്ലാവർക്കും. സന്തോഷവും സ്വീകരിച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത പത്രപരസ്യം ചെയ്തിട്ടുണ്ട് അടുത്ത സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതേസമയം ഈ ക്ഷീരോത്പാദക സംഘത്തിൽ ആശ്രിത നിയമനത്തിൽ ജോലി ചെയ്തു വരുന്ന ക്ലീനിംഗ് ജീവനക്കാരിയായ ഭിന്നശേഷക്കാരിയെ 16 വർഷമായിട്ടും സ്ഥിരപ്പെടുത്തിയിട്ടില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അത് സ്ഥിരപ്പെടുത്താൻ നമ്മൾ പാലിൻ്റെ അളവനുസരിച്ചാണ് സ്റ്റാഫുകൾ നിശ്ചയിക്കുന്നത്. ഇവർക്ക് വേണ്ടി നമ്മൾ പട്ടത്ത് ക്ഷീരവികസന ഓഫീസിൽ പോയി എല്ലാം ചെയ്തു. പക്ഷേ പാലിൻ്റെ അളവനുസരിച്ച് ഇവിടെ 2 സ്റ്റാഫേ ആവും. മൂന്നാമതൊരു സ്റ്റാഫ് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂടണം. ഇപ്പോൾ ക്രമേണ പാലിൻ്റെ അളവ് കുറവാണ്. ഒരു ഡെവലപ്ഡ് ഏരിയ ആയതുകൊണ്ട് ഒരു 200 ലിറ്ററിന് താഴെ പാലുള്ളൂ. അപ്പോൾ നമുക്ക് അവരെ അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ 400 ലിറ്ററിന് പുറത്ത് വേണം. കോൺഗ്രസ് തോട്ടയ്ക്കാട് മണ്ഡലം പ്രസിഡന്റ് തോട്ടയ്ക്കാട് ദിലീപിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ കിളിമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജയേഷ് കടുവയിൽ സ്വാഗതം പറഞ്ഞു. ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഭദ്രൻ, DCC അംഗം MK ജ്യോതി, കരവാരം മണ്ഡലം പ്രസിഡന്റ് മേവർക്കൽ നാസർ, കിളിമാനൂർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സജീവ് തേവലക്കാട്, കരവാരം ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദിര സുദർശനൻ എന്നിവർ ആശംസകൾ അറിയിക്കുകയും തോട്ടയ്ക്കാട് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജഫറുദ്ദീൻ നന്ദി പറയുകയും ചെയ്തു.